വിമാനയാത്ര ചെയ്തിട്ടുള്ള ആളുകൾ പ്രധാനമായിട്ടും സൈഡ് വിൻഡോയിൽ ഒരു ചെറിയ ഹോള് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ വിമാനത്തിൻ്റെ വെളിയിൽ വിങ്സിലും, അതായത് എൻജിൻ്റെ കൗളിങ്സിലും ഫ്യൂസേജിൻ്റെ പുറകിലും ഒക്കെ ചെറിയ ചെറിയ മെറ്റൽ സ്ട്രിപ്സ് പൊങ്ങി നിൽക്കുന്നതും കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത് രണ്ടിൻ്റെയും ഉപയോഗം നമുക്കൊന്ന് പരിശോധിക്കാം. പ്ലെയിൻ ടോക്ക് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഷാജി കരുണാകരൻ. സാധാരണ എല്ലാ വിമാനത്തിൻ്റെയും സൈഡ് വിൻഡോ ഉണ്ടാക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും 3 ഗ്ലാസ് കൊണ്ടാണ്. ഏറ്റവും ഔട്ടർ പെയിനാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുകയും ഹാർഡൻഡ് ആൻഡ് ടഫ് ആൻഡ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതാണ്ട് 675 മുതൽ 1700 പൗണ്ട് ഫോഴ്സ് വരെ ഒരു വിമാനം പറക്കുമ്പോഴതിൽ താങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനി ഏതെങ്കിലും രീതിയിൽ ഔട്ടർ പെയിന് മാത്രമേ വിമാനത്തിലുള്ളൂ എന്ന് വിചാരിക്കുക. അത് ഏതെങ്കിലും രീതിയിൽ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആ പ്രഷർ ഡിഫറൻസ് കൊണ്ട് വിമാനത്തിലുള്ള എയർ മുഴുവൻ ഒറ്റയടിക്ക് വെളിയിലേക്ക് പോവുകയും ആ പരിസരത്തിരിക്കുന്ന എല്ലാ ആളുകളെയും ആ ചെറിയ വിൻഡോയിൽ കൂടി സക്ക് ചെയ്ത് വെളിയിൽ പോയിട്ടുള്ള കേസസുകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. മിഡിൽ പെയിൻ്റെ പ്രധാനമായ ഉദ്ദേശം ഏതെങ്കിലും രീതിയിൽ ഔട്ടർ പെയിൻ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ മിഡിൽ പെയിന് ആ സെയിം ലോഡ് എടുക്കുകയും വിമാനത്തിലെ യാത്രക്കാരെ ശരിക്കുമുള്ള ആക്സിഡൻറ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇനി ഈ 2 ഗ്ലാസ്സുകളും ഒരു റബ്ബർ സീലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് ക്ലിപ്സ് ഉപയോഗിച്ചാണ് വിമാനത്തിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ചെറിയ എയർ ഗ്യാപ്പുണ്ട്. ആ എയർ ഗ്യാപ്പും ക്യാബിനിലെ പ്രഷറും ന്യൂട്രലൈസ് ചെയ്യുന്നതാണ് ഈ എയർ ഹോളിൻ്റെ പ്രധാനമായ ഉദ്ദേശം. ഇനി ഏതെങ്കിലും രീതിയിൽ വെളിയിലത്തെ ഗ്ലാസ്സിൽ ഫോഗിങ് ഉണ്ടായി നമുക്ക് കാണാൻ സാധിക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതും തടയാൻ വേണ്ടിയിട്ടാണ് ഈ ഹോളിന് ഒരു ചെറിയ ഹോളുണ്ട്. അതായത് വിമാനത്തിൻ്റെ അകത്തെ ചൂടുള്ള ഈർപ്പം കുറഞ്ഞ വായു ഈ ഹോളിൽ കൂടി ചെറിയ രീതിയിൽ പ്രവേശിക്കുകയും വെളിയിലത്തെ ഗ്ലാസ്സിൽ ഈ ഫോഗിങ് ഉണ്ടാകാതിരിക്കുകയും പാസഞ്ചേഴ്സിൻ്റെ വിഷന് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനമായ ഘടകമാണ് ഇതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള 2 ഉപയോഗങ്ങൾ. ഇനി അതിൻ്റെ അകത്ത് വേറെ ഒരു ചെറിയ പെർസ്പെക്സ് ഗ്ലാസിൻ്റെ ഒരു പെയിനുണ്ട്. അത് ഒരു പ്രൊട്ടക്റ്റീവ് പെയിനാണ്. യാത്രക്കാർ ഈ വെളിയിലുള്ള ഗ്ലാസിനെ തൊടാതിരിക്കുക എന്നുള്ളത് മാത്രമാണ് ആ ഗ്ലാസ് പെയിനിൻ്റെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഈ 2 ഗ്ലാസ് പെയിൻ്റെ പ്രധാനമായ ഉദ്ദേശങ്ങളും ആ ഹോളിൻ്റെ ആവശ്യവും മനസ്സിലായി കാണുമല്ലോ. നമ്മൾ പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ മെറ്റൽ സ്ട്രിപ്പിനെ പറ്റി സംസാരിച്ചല്ലോ. അതിൻ്റെ പേരാണ് വെർട്ടെക്സ് ജനറേറ്റേഴ്സ്. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നോക്കാം. വിമാനം വായുവിൽ കൂടി പറക്കുമ്പോൾ എയർ ഫ്ലോ വിമാനത്തിന് ചുറ്റും വളരെ സ്മൂത്തായിട്ട് പോകണം. എന്നാൽ മാത്രമേ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കുകയുള്ളൂ. റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഡ്രാഗ് കൂടുകയും വിമാനത്തിന് മുൻവശത്തേക്കുള്ള ഗതിയെ അത് ബാധിക്കുകയും ചെയ്യും. എന്നാൽ ചില പർട്ടിക്കുലർ സ്പീഡുകളിൽ ഈ വിമാനത്തിൻ്റെ ചുറ്റും വരുന്ന വായു അത് വെർട്ടീസസ് ഉണ്ടാകുകയും അല്ലെങ്കിൽ എയർ ഫ്ലോ സെപ്പറേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ആ പെർട്ടിക്കുലർ സ്പീഡിൽ ചില ഏരിയയിൽ മാത്രം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഈ ചെറിയ ചെറിയ മെറ്റൽ സ്ട്രിപ്സ് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ആ മെറ്റൽ സ്ട്രിപ്സിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയ ആംഗിളിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ചെറിയ ചെറിയ ചുഴികളെ ഉണ്ടാക്കുന്നതിന് ചുറ്റും. അങ്ങനെ ഉണ്ടായത് അതിനെ വെർട്ടീസസ് എന്നാണ് പറയുന്നത്. ആ വെർട്ടീസസ് ഒരു ലോ പ്രഷർ ഏരിയ ഉണ്ടാക്കുകയും ആ ബൗണ്ടറി ലെയർ സെപ്പറേഷനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഒരു സ്മൂത്ത് ആയിട്ടുള്ള എയർ ഫ്ലോയ്ക്ക് ആക്ച്വലി അത് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡ്രാഗ് കുറയുകയും വിമാനത്തിന് മുൻപോട്ടുള്ള ഗതിയിൽ ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. ഫ്യൂവൽ കൺസംഷൻ ശരിക്കും കുറയാനും ഇത് ഉപയോഗിക്കാറുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ, പക്ഷേ അതിൻ്റെ റിസൾട്ട്സ് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ് ഈ 2 കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് ഒരു പാസഞ്ചർ ഒരു ക്യാബിൻ ക്രൂവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഈ ഒരു നോട്ടുണ്ട്, അത് പൈലറ്റിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അവർ ആ നോട്ട് കണ്ടപ്പോൾ പേടിച്ചു പോയി. സിയാറ്റലിൽ ചെന്നപ്പോൾ അങ്ങേരുടെ ആവശ്യമെന്ന് പറയുന്നത് $20 ബില്ലിൻ്റെ $2 ലക്ഷം അങ്ങേർക്ക് റാൻസമായിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള കഠിനമായ ചില സാഹചര്യങ്ങളാണ് മനുഷ്യരെ വളരെ സിമ്പിളായിട്ടുള്ള
ചില സൊല്യൂഷനുകളിലേക്ക് എത്തിക്കുന്നത്.